നിങ്ങളാരും ഇതുവരെ കേട്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ലാത്ത ഒരു ഡിഷാണിത്. വളരെ ഡെലീഷ്യസായ ഈ ഡിഷിൻ്റെ പേരാണ് ചിക്കൻ ജോഷ്ക ട്രോപ്പിക്കാന. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ദയവായിട്ട് ഈ റെസിപ്പി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. കുക്കിങ്ങിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവരത് അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവൻ കാണാനും മറക്കല്ലേ. പിന്നെ ഒരു ലൈക്ക് അടിക്കുകയും ഒരു കമൻറ്റ് ഇടുകയൊക്കെ ചെയ്താൽ ഷായി ഈ ചാനലിലുള്ള നാടൻ ഫുഡിൻ്റെയും പിന്നെ വെറൈറ്റി ഡിഷുകളുടെയും വിദേശയാത്രകളുടെ ട്രാവൽ വീഡിയോസും ഒക്കെ സമയം പോലെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ചിക്കൻ ജോഷ്ക ട്രോപ്പിക്കാന ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: 1 കിലോ ബോൺലെസ് സ്കിൻലെസ് ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ തൈസ്, ഒരു വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ 2 ചെറിയ ക്യാരറ്റ്, 2 വലിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ സവാള അല്ലെങ്കിൽ 3 മീഡിയം സൈസ് സവാള, 2 ബെൽ പെപ്പർ, 2 തക്കാളി, 3 തണ്ട് ഗ്രീൻ ഒനിയൻസ്, 15 കാന്താരിമുളക് അല്ലെങ്കിൽ ഒരു 4 സാധാരണ മുളക്, 1/2 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചിയുടെ കഷ്ണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ, 1 ക്യാൻ അല്ലെങ്കിൽ 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ, 2 തണ്ട് കറിവേപ്പില, ഒരു ആവറേജ് സൈസിലുള്ള പൈനാപ്പിളിൻ്റെ 4/1, പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക. ചിക്കൻ മൊത്തം നമ്മൾ അങ്ങനെ മുറിച്ചെടുത്തു. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഈ ചിക്കൻ അതിലേക്ക് ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഈ കുരുമുളക് പൊടി ഉപ്പുമൊക്കെ എല്ലായിടത്തും ഈവനായിട്ട് വരാൻ വേണ്ടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു സൈഡ് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഒരു സൈഡ് 5 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ചിക്കൻ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ. അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് ഇനിയൊരു 5 മിനിറ്റ് ഈ മറ്റേ സൈഡിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 5 മിനിറ്റായി. ഇനി ഇത് നമ്മൾ കോരി മാറ്റി വയ്ക്കുക. ഇതിൻ്റെ ഈ വെള്ളത്തോടു കൂടി കോരി മാറ്റി വയ്ക്കുക. ഈ സവോള ഹാഫ് മൂൺ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നടുവേ കണ്ടിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ. വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ പൊടി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ ആ ചിക്കൻ കുക്ക് ചെയ്ത അതേ പാന് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നു. അത് കഴുകേണ്ട കാര്യമൊന്നുമില്ല. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. എണ്ണ എല്ലായിടത്തും ഈവനായിട്ട് വരാൻ വേണ്ടി ആ പാൻ എടുത്തൊന്ന് കറക്റ്റ് ചെയ്യാനും കുഴപ്പമില്ല. എന്നിട്ട് എണ്ണ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആ സവോള ഇടുക. ആ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞും ചേർക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് എളുപ്പം വഴുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാതെ ഈവനായിട്ട് വഴുന്നതിന് വേണ്ടി. സവോള ഇത്രയും വഴന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഇതിനകത്തോട്ട് നമ്മൾ 2 കറിവേപ്പില ചേർക്കുക. ഞാൻ നടുവേന്ന് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ആ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂക്കാൻ വേണ്ടി 2 മിനിറ്റ് വയ്ക്കുക. നമ്മൾ ഒത്തിരിയധികം എണ്ണ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് നിലച്ച് കൊടുത്താൽ മതി. ആ കറിവേപ്പിലയും ചേർത്ത് 1-2 മിനിറ്റ് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. സ്റ്റവ് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു പോട്ട് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ചേർക്കുക. ഇതിൻ്റെ വെള്ളത്തോടുകൂടി നമ്മളെടുത്ത് വെച്ച 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നമ്മൾ 1 ടീസ്പൂൺ നേരത്തെ ഇതിനകത്ത് ചേർത്തായിരുന്നു, അതുകൊണ്ടാണ് 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇത് വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എന്നിട്ട് ഇത് 1/4 ഇഞ്ച് തിക്നെസ്സുള്ള ഹാഫ് മൂൺ പീസസ് ആയിട്ട് മുറിക്കുക. ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കുക. 15 കാന്താരിമുളക് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. വലിയ കൊമ്പമുളകാണെങ്കിൽ ഒരു 4 തിരിഞ്ഞ് ചേർത്താൽ മതി. ആ മുളക് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക.
മസാലയെല്ലാം ചിക്കനെല്ലാം നല്ല ലഭിക്കാൻ. പിന്നെ ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ അതിൻ്റെ 2ാം പാലും 3ാം പാലും കൂടെ കൂട്ടി, അല്ലെങ്കിൽ ക്യാനിലുള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്ത് അതിനത്രയും വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതും ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ആ ബെൽ പെപ്പർ അതിൻ്റെ നണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ഏകദേശം ഒരു 1/4 ഇഞ്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് കണ്ടിരിക്കുക. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മൂട് തുറന്നിട്ട് ബെൽ പെപ്പർ അതിലേക്ക് ആഡ് ചെയ്യുക. ആ പൊട്ടാറ്റോ കഴുകി പീൽ ചെയ്തിട്ട് നടുവേ കണ്ടിച്ച് അതും 1/2 ഇഞ്ച് കനമുള്ള ഹാഫ് മൂൺ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ആ പൊട്ടാറ്റോ ചേർത്തു. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന 2ാം പാൽ അല്ലെങ്കിൽ ആ പകുതി പാലും കൂടെ ഇതിനകത്തൊക്കെ ചേർത്ത് എന്നിട്ട് 1 കപ്പ് അല്ലെങ്കിൽ 8 ഔൺസ് വെള്ളവും ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഈ പൊട്ടറ്റോയും ബെൽ പെപ്പറും ഒക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടി. ആ 2 തക്കാളി ഇങ്ങനെ വട്ടത്തിൽ 1/4 ഇഞ്ച് കനമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുക. നമ്മുടെ ഈ ചിക്കന് ഇടയ്ക്ക് മൂട തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, ഈവനായിട്ട് വേകാൻ വേണ്ടി. പൊട്ടറ്റോയും ബെൽ പെപ്പറും എല്ലാം പൊട്ടാറ്റോയും ബെൽ പെപ്പറും ഇട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ തക്കാളി ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെയുള്ളത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കണം. ആ പൈനാപ്പിളിൻ്റെ 4 തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കത്തെ ആ കൂഞ്ഞിയും ചെത്തിക്കളഞ്ഞ് ഏകദേശം ഒരു 3/4 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഇങ്ങനെ നടിച്ച് അതുപോലെ ഇത് നടുവിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏകദേശം 3/4 ഇഞ്ച് കഷ്ണങ്ങളാക്കി ആ തക്കാളി ഒരിയനൊക്കെ ചേർത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മളൊന്ന് മൂട തുറന്ന് ഇളക്കി കൊടുക്കണം. സൂക്ഷിച്ചിളക്കണം. ആ പൊട്ടാറ്റോ ഒന്നും അധികം പൊടിഞ്ഞു പോകരുത്. ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കുക. 5 മിനിറ്റ് ആയി കഴിയുമ്പോൾ മൂട് തുറന്നിട്ട് ആ നമ്മൾ ഇപ്പോൾ കണ്ടിച്ചെടുത്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു മൂടി വെച്ച് വീണ്ടും ഒരു 4 മിനിറ്റ് വയ്ക്കുക. നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ഗ്രീൻ ഒനിയൻ 3 തണ്ട് അതിൻ്റെ ആ വേര് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി കണ്ടിക്കുക. ആ പൈനാപ്പിൾ ചേർത്ത് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബാക്കി ഇരുന്ന പകുതി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് സ്റ്റൗവ് ലോയിലേക്ക് മാറ്റിയിടണം. നിങ്ങൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ തലപ്പാൽ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യത്തിനായില്ലെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കാം. ലോ ഫ്ലെയിമിലൊരു 5 മിനിറ്റ് പതിയെ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. മൂടി വെക്കരുത്. ഇപ്പോൾ മൂടി തുറന്ന് വെക്കുക. ആ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ സ്റ്റൗ ഓഫാക്കി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗ്രീൻ ഒനിയൻസ്, നമ്മൾ ആ കണ്ടിച്ച് വെച്ച ഗ്രീൻ ഒനിയൻസ് ഇട്ടു. ഇതിപ്പം കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്, റെഡി ടു സെർവ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ജോഷ്ക ട്രോപ്പിക്കാന ഇവിടെ റെഡിയായേ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണേ. പിന്നെ ഇതുവരെ കണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചായിരുന്നേ, ഒരു കമൻറ്റ് കൂടെ ഇട്ടാൽ സൂപ്പറായി. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.